ഇത്തവണത്തെ ഇന്ത്യയുടെ കിരീട നേട്ടം വളരെയധികം ആഘോഷിക്കപ്പെടുകയും ചെയ്തു. ആ കിരീട നേട്ടത്തിന് കാരണക്കാരായവരെ, അതായത് സഞ്ജുവിനെ അടക്കം പേരെടുത്ത് പറഞ്ഞ് കോടിക്കണക്കിന് വരുന്ന ഇന്ത്യക്കാർ ആഘോഷിക്കുമ്പോൾ, ഇന്ത്യൻ ക്രിക്കറ്റിൽ ഏകദിനത്തിലും ടെസ്റ്റിലും നായകസ്ഥാനം അലങ്കരിക്കുന്ന ശുഭ്മൻ ഗിൽ ആ പേര് സൗകര്യപൂർവ്വം അങ്ങ് മറന്നു കളഞ്ഞിരിക്കുകയാണ്. ലോകകപ്പ് നേട്ടത്തിന് പിന്നാലെ ചാമ്പ്യൻ പട്ടം അലങ്കരിച്ച് നിൽക്കുന്ന ഫോട്ടോയിൽ സഞ്ജു സാംസണെ ഉൾപ്പെടുത്താത്ത ചിത്രം അപ്ലോഡ് ചെയ്താണ് ഗിൽ ഇപ്പോൾ ശരിക്കും പുലിവാലിലായിരിക്കുന്നത്. ഇന്ത്യയുടെ കിരീട നേട്ടത്തിന്റെ ചിത്രങ്ങൾ ഇതിനോടകം എല്ലാവരും പങ്കുവയ്ക്കുകയും ആശംസകൾ നേരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സഞ്ജു ഇല്ലെങ്കിൽ പോലും പ്രത്യേകം സഞ്ജുവിന്റെ ഫോട്ടോ വെച്ച് അല്ലെങ്കിൽ പേരെടുത്ത് പരാമർശിച്ചാണ് പല ആശംസകളും വന്നിരുന്നത്. മുൻ നായകൻ കൂടിയായ സാക്ഷാൽ വിരാട് കോഹ്ലി അടക്കം സഞ്ജുവിനായി പ്രത്യേക ഫോട്ടോ പോസ്റ്റ് ചെയ്താണ് ആശംസ അറിയിച്ചത്. കിരീട നേട്ടം കഴിഞ്ഞ് 4 ദിവസം പിന്നിട്ടിട്ടും ഗില്ലിന്റെ ഭാഗത്ത് നിന്ന് സഞ്ജുവിനെ അനുകൂലിച്ച ഒരു ഫോട്ടോയോ പോസ്റ്റോ ഉണ്ടായില്ല. ലോകകപ്പിന് തൊട്ട് പിന്നാലെ എടുത്ത ചിത്രത്തിൽ സഞ്ജു ഉൾപ്പെടാത്തതല്ല, പകരം അറിഞ്ഞുകൊണ്ട് സഞ്ജുവിനെ ഒഴിവാക്കി എന്നത് നായകൻ സൂര്യകുമാർ യാദവിന്റെയും ശുഭ്മൻ ഗില്ലിന്റെയും അപ്ലോഡ് ചെയ്ത 2 ഫോട്ടോകൾ താരതമ്യം ചെയ്താൽ നമുക്ക് മനസ്സിലാകും. ഇതിനുശേഷം വലിയ ആരാധക വിമർശനമാണ് ഗില്ലിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. സഞ്ജു സാംസന്റെ പ്രകടനമാണ് T20 ലോകകപ്പ് കിരീടം ഇന്ത്യയുടെ അലമാരയിൽ എത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത്. വെസ്റ്റ് ഇൻഡീസിനെതിരായ ക്വാർട്ടർ ഫൈനൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന മത്സരത്തിൽ പുറത്താകാതെ നേടിയ 97 റൺസും ഇംഗ്ലണ്ടിനെതിരായ സെമിയിലും ന്യൂസിലൻഡിനെതിരായ ഫൈനലിലും 89 റൺസും നേടി മികച്ച പ്രകടനത്തോടെ സഞ്ജുവാണ് ഇന്ത്യയുടെ ഹീറോയായത്. T20 ലോകകപ്പിലെ താരമായി മാറാനും സഞ്ജുവിന് സാധിച്ചു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യങ്ങളിൽ ഒന്ന്. ഇത്രയൊക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ടും ഗില്ല് പങ്കുവച്ച ചിത്രത്തിൽ സഞ്ജുവിന് സ്ഥാനമില്ല എന്നത് ആരാധകരെ ചൊടിപ്പിക്കുന്നതായിരുന്നു. ഗില്ലിന് സഞ്ജുവിനോട് ശത്രുതയാണോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. ലോകകപ്പിൽ ഗില്ലിന്റെ സ്ഥാനത്താണ് സഞ്ജുവിന് ഇടം കിട്ടിയത്. തികച്ചും നിറം മങ്ങിയതോടെ ആണ് ടീമിൽ വലിയ സ്വാധീനം ഉണ്ടായിട്ട് പോലും ഗില്ലിനെ പുറത്താക്കാൻ മാനേജ്മെന്റ് നിർബന്ധിതരായത്. ന്യൂസിലൻഡിനെതിരായുള്ള മത്സരം മുതൽ ഗിൽ ഇല്ലാതെയാണ് ഇന്ത്യ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ റിസൾട്ടും ഇന്ത്യക്ക് കിട്ടുന്നുണ്ട്.